മാക്സിൻ്റെ പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണ. സോ ICSE 9th സ്റ്റാൻഡേർഡിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റം ആയിരുന്നു. സോ ആ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ബോർ ആറ്റം മോഡൽ ഡിസ്കസ് ചെയ്യുമെന്നാണ്. സോ നമുക്ക് ഈ ക്ലാസ്സിൽ ബോർ ആറ്റം മോഡൽ നോക്കാം. സോ 1913 ഫിസിസ്റ്റ് ആയിരുന്ന നീൽസ് ബോറാണ് ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. സോ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം 1913 ഇറ്റ്സ് എ ഡാനിഷ് ഫിസിസ്റ്റ്. സോ അദ്ദേഹത്തിൻ്റെ സ്റ്റെബിലിറ്റി, ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി മറ്റൊരു തരത്തിലാണ് അദ്ദേഹം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ആൻഡ് ഈ സംവാട്ട് സക്സസ്ഫുൾ അപ് ടു ഡേ. ഓക്കെ, അദ്ദേഹത്തിന് ഒരു ബെറ്റർ ആയിട്ടുള്ള രീതി, ഒരു കറക്റ്റ് ഫിസിക്കലായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനത്തിനെ ഒരു മറ്റൊരെണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷൻ, ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരെണ്ണത്തിൻ്റെ മോഡൽ കൊണ്ടോ ഇല്ലാതെ ഇറ്റ്സെൽഫ് ആയിട്ടൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇൻ ദാറ്റ് വേ ആൻഡ് ഇറ്റ് ഈസ് സക്സസ്ഫുൾ ടു. സോ അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ന്യൂക്ലിയസ് ഇൻ എ കൺഫൈൻഡ് ഫിസിക്കൽ പാത്ത്, ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഫിസിക്കൽ പാത്ത് എന്നല്ല, കൺഫൈൻഡ് ആയിട്ടൊരു പാത്താണ്. ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഓർബിറ്റ് എന്നോ ഷെല്ലെന്നോ വിളിക്കുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാത്തിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈച്ച് ഷെൽ ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ എനർജി ലെവൽസ്. ഓരോ ഷെല്ലുകൾക്കും അതിൻ്റേതായ എനർജി ലെവലുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആൻഡ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി. ഒരു പർട്ടിക്കുലർ എനർജി ആയിട്ട് ഓരോ എനർജി ലെവലിലും അതിന് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഒരു എനർജി ഉണ്ട്. ഒരു എനർജി ലെവലിന് ഓരോ എനർജീസ് ഉണ്ട്, പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഓക്കെ, വേറെ ഇക്വേഷൻസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂസ് ആൻഡ് ഒരു ഷെല്ലിൽ എത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ നമുക്കുണ്ട്. ഓക്കെ, അതെല്ലാം പറയാം. When it is revolving around the nucleus in an orbit, the electrons neither loses or gains energy. അപ്പം ഏറ്റവും വലിയ കാര്യം ആ ഒബ്ജക്റ്റിന് റൊട്ടേഷൻ, എപ്പോഴും മറ്റുള്ള ഫിസിസിസ്റ്റ് എല്ലാം ചിന്തിച്ചത് റൊട്ടേറ്റിംഗ് ബോഡീസ് വിൽ എമിറ്റ് എനർജി, ഒരു എനർജി എമിറ്റ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് ബോഡി ആയിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദർ വിൽ ബി എനർജീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ബട്ട് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഈവൻ ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇറ്റ് വിൽ നോട്ട് ബി എമിറ്റിംഗ് എനർജി ഓർ ഗെയിനിങ് എനർജി. റൊട്ടേഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള എനർജിയും ലോസ് ആവുന്നുമില്ല, ഗെയിൻ ആവുന്നുമില്ല. An electron revolving around a particular orbit gaining certain amount of energy dumps into next orbit or vice versa. So if it is rotating in a particular orbit and if it is obtaining some energy, ഉറപ്പായിട്ടും എന്താണ്, അടുത്ത എനർജി ലെവലിലേക്ക് ആയിരിക്കും അത് ജമ്പ് ചെയ്യുന്നത്. അടുത്ത ഷെല്ലിലേക്ക് ചാടുന്നല്ല, അടുത്ത എനർജി ലെവലിലേക്ക് ആയിരിക്കും പോകുന്നത്. സിൻസ് ഈച്ച് ഓർബിറ്റ് is associated with a fixed amount of energy, Bohr called it is called energy level. ഓരോ ഷെല്ലുകൾക്കും ഓരോ എനർജി ലെവൽ ഉണ്ട്. ഓക്കെ, അതിനെ ഓരോ ഷെല്ലുകൾക്കും ഓരോ എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് ആണ്. സോ ഹി കോൾഡ് ഇറ്റ് ഇസ് ആസ് എനർജി ലെവൽ. അദ്ദേഹം അതിനെ എനർജി ലെവലുകൾ എന്ന് വിളിച്ചു. ആൻഡ് ഫോർ ദ കൺവീനിയൻസ് ഗീവ് ദ നമ്പേഴ്സ് KLMNOP വരെ അദ്ദേഹം കൊടുത്തിരുന്നു. ഓരോ എനർജി ലെവലുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. സോ അപ് ടു P വരെ നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം P കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാം തീരും, ആറ്റംസ് എല്ലാം തീരും. നമ്മുടെ നോൺ എലമെൻസിൻ്റെ ഒക്കെ അറ്റോമിക് നമ്പറൊക്കെ അപ്പോഴത്തേക്കും P എത്തുമ്പോഴേക്കും തീരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ റോമൻ ന്യൂമറലായ 1, 2, 3, 4 എന്നൊക്കെ നമ്മൾ നമ്പർ ചെയ്യാറുണ്ട്. ഓക്കെ, ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എനർജി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് K ഷെല്ലിലാണ്. K ഷെല്ലിലാണ് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ N വാല്യൂ ടു ബി 1. ഓക്കെ, നമ്മളൊരു എനർജി ഷെൽ എടുത്തു, ന്യൂക്ലിയസ് ഉണ്ട്, KLMN എനർജി ഷെല്ലാണ്. സോ ഇത് K ആണ്, MN. ഓക്കെ, നമുക്കിനി എന്താണ്, നമുക്കിനി അടുത്തൊരു ഷെല്ല് വരച്ചിട്ട് അത് O ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ലാസ്റ്റ് ഷെല്ലിനെ നമുക്ക് P ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഇവിടുത്തെ Nൻ്റെ വാല്യൂ ഫസ്റ്റ് N വാല്യൂ 1, Nൻ്റെ വാല്യൂ 2, Nൻ്റെ വാല്യൂ 3, Nൻ്റെ വാല്യൂ 4, Nൻ്റെ വാല്യൂ 5 ആൻഡ് Nൻ്റെ വാല്യൂ 6. ഓക്കെ, Nൻ്റെ വാല്യൂ 6 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6 ഷെല്ലുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ ബോർ സജസ്റ്റ് ചെയ്ത ആറ്റത്തിൻ്റെ മോഡൽ, അല്ലെങ്കിൽ ബോർ പറഞ്ഞ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ബേസ്ഡ് ഓൺ ദിസ് തിങ് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ നമുക്ക് ആറ്റത്തിനകത്ത് പ്രോട്ടോണും ഇലക്ട്രോണും ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഒരു കമ്പോണൻറ്റ് കൂടെ നമുക്ക് ആറ്റത്തിനുണ്ട്. ആ ഒരു കമ്പോണൻറ്റ് കൂടെ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ നിന്ന് എത്രമാത്രം നമ്മുടെ അറ്റോമിക് തിയറിക്ക് ചേഞ്ച് ഉണ്ടായി എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ആറ്റത്തിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഇനി നമുക്കനി പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഒരു അറ്റോമിക് മാസാണ് ഹൈഡ്രജൻ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഹീലിയം എന്ന് പറയുന്നത്, ഹീലിയം ആറ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് 2 പ്രോട്ടോൺ ആണുള്ളത്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് 1 പ്രോട്ടോൺ ആണ്, ഹീലിയം ആറ്റത്തിനകത്ത് 2 പ്രോട്ടോൺ ആണുള്ളത്. സോ വിച്ച് മീൻസ് ഇറ്റ് ഹാസ് എ മാസ് ഓഫ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഹൈഡ്രജൻ്റെ കേസിൽ 1 പ്രോട്ടോൺ ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. കേസ് കൺസിഡർ ഇറ്റ്. സോ ഹീലിയം വിൽ ഹാവ് 2 അറ്റോമിക് മാസ് യൂണിറ്റ്. പക്ഷേ ഹീലിയത്തിൻ്റെ കേസിൽ നമ്മൾ ഹീലിയത്തിനെ മെഷർ ചെയ്താൽ കൺസിഡേർഡ് വി ഹാവ് എ പ്രോട്ടോൺ. ഓക്കെ, നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് പറയാൻ പോകുന്നത്. ഹൈഡ്രജൻ്റെ കേസിൽ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. സോ വി മെഷേർഡ് ഇറ്റ്സ് മാസ് ആസ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. സോ correspondingly helium has 2 protons. So ഹീലിയത്തിൻ്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ it will have a atomic mass to be 2 atmospheric units. See, hydrogen has 1 atmospheric mass, AME ആണെന്ന് വെച്ചോ, AME ആണ്. So helium should have 2 പ്രോട്ടോൺ ഉള്ള സ്ഥിതിക്ക്, see this has only 1 proton. Okay, ഹൈഡ്രജൻ്റെ കേസിൽ 1 പ്രോട്ടോണേ ഉള്ളൂ. So this has 2 proton, so it will be 2 into 1 atomic mass unit. Okay, 2 into 1 atomic mass unit. So this will be 2 AMU ആയിട്ട് മാറണം അല്ലേ? സോ ദ തിങ് ഈസ്, ഹീലിയത്തിൻ്റെ കേസിൽ നമ്മൾ മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി 4 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. വി യൂഷ്വലി ട്രൈ ടു റൈറ്റ് ഓൾ നമ്പേഴ്സ്. നമ്മളെ നമ്പേഴ്സ് ആണ് എഴുതാൻ ശ്രമിക്കുക. ബട്ട് ആക്ച്വലി ദ വാല്യൂസ് മേ ബി സംവാട്ട് ഡിഫ്ലക്റ്റിംഗ് ഫ്രം നമ്പേഴ്സ്. മേ ബി ഇറ്റ് ഈസ് ആക്ച്വലി റാഷണൽ നമ്പേഴ്സ്. സോ അതിനെപ്പറ്റി അതെന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് പിന്നെ പറയാം. സോ കൺസിഡർ ഇറ്റ് ഈസ് 4 അറ്റോമിക് മാസ് യൂണിറ്റ്. സോ 2 പ്രോട്ടോൺ മാത്രമുള്ള ഹൈഡ്രജൻ ഹീലിയത്തിന് എങ്ങനെയാണ് 4 കിട്ടിയത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് electron may not be able to impart that much amount of atomic mass unit. The thing is, there might be another component which is owing to the mass of that compound. So this turns out to be neutron. അപ്പോൾ അടുത്ത ഒരു കമ്പോണൻറ്റ്, ഒരു ചാർജ് ഇല്ലാത്തൊരു, മെയിൻലി ഒരു കാര്യം കൂടെ, ഒരു പുതിയ കൺസിഡറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അവർ ചിന്തിച്ചൊരു കാര്യം, ദ ന്യൂ കമ്പോണൻറ്റ്, അതായത് ആറ്റമത്തിലെ ഒരു രണ്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. ഇനി ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ എന്താണ്, അത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എലമെന്റ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അതാണ് ആ പാർട്ടിക്കിളും അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു, കൺസിഡർ ഇപ്പോൾ പ്രോട്ടോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഉണ്ടാകുന്ന കണക്ക് ഒരെണ്ണം ഉണ്ടാവും. സോ ഇറ്റ് ടേൺസ് ഔട്ട് ദർ ഇസ് ഓൺലി എ സിംഗിൾ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി ന്യൂട്രോൺ. ന്യൂട്രോൺ ഹാസ് നോ ചാർജ്. അപ്പോൾ ചാർജ് ഇല്ലാത്തൊരു മൂന്നാമത്തെ പാർട്ടിക്കിളിനെ, സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ ഡിക്ലെയർ ചെയ്തു, ആൻഡ് ഇറ്റ് ഈസ് ന്യൂട്രോൺ. ന്യൂട്രോൺസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം. പ്രോട്ടോൺസും ന്യൂട്രോൺസും ചേർന്നാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, വിച്ച് ഡസ് നോട്ട് പൊസസ് എനി ഇലക്ട്രിക് ചാർജ്. അപ്പം അദ്ദേഹം ഈ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബെറിലിയത്തിൻ്റെ ന്യൂക്ലിയസിനെ, ബെറിലിയം, ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെറിലിയം ബോറോൺ, ഓക്കെ, അറ്റോമിക് നമ്പർ 4 ഉള്ള ബെറിലിയം വെച്ചിട്ടാണ് അദ്ദേഹം ടെസ്റ്റ് ചെയ്തത്. സോ അദ്ദേഹം ബെറിലിയത്തിൻ്റെ കൺസിഡറേഷൻ എടുത്തപ്പോൾ ബെറിലിയത്തിനെ ഹീലിയമായിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ടുകളായിരുന്നു അദ്ദേഹത്തിന് സർപ്രൈസ് ചെയ്തിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ റിസൾട്ടിൽ ബെറിലിയം വി വിൽ ഹാവ് അറ്റോമിക് നമ്പർ 4 9 ആൻഡ് ഹീലിയം വി വിൽ ഹാവ് അറ്റോമിക് നമ്പർ 2 4. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയിടിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് കാർബൺ ആയിരുന്നു ആയിട്ട് കിട്ടിയത്, 6 അറ്റോമിക് നമ്പർ 6 വിച്ച് ഹാസ് 12 പ്ലസ് അദ്ദേഹത്തിന് എന്തോ ഒരു അഡീഷണൽ സാധനം കൂടി കിട്ടി. സോ ആ ഒരു അഡീഷണൽ ആയിട്ട് കിട്ടിയ കമ്പോണൻ്റാണ് അദ്ദേഹത്തിന് സംശയങ്ങൾ ഉണ്ടാക്കിയത്. സോ അദ്ദേഹത്തിന് സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൻസ് വി ഹാവ് അറ്റോമിക് നമ്പർ ഹിയർ, മാസ് നമ്പർ ഹിയർ, ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പറിൻ്റെ കോമ്പിനേഷൻ്റെ 4 + 2 വിൽ ഗെറ്റ് 6. ഓക്കെ, മാസ് നമ്പർ കമ്പൈൻ ചെയ്ത് നോക്കിയേ, വി വിൽ ഗെറ്റ് 30. പക്ഷേ കാർബൺ എത്രയാണ്? 12 ഉള്ളൂ. ഇവിടെ 6 കറക്റ്റാണ്, ബട്ട് ഇവിടെ 12 ഉള്ളൂ. സോ ദർ മൈറ്റ് ബി അനദർ സംതിങ് വിച്ച് ഹാസ് ഹിയർ 0 ആൻഡ് ദ വാല്യൂ ഹിയർ ഈസ് 1. സോ ആ ഒരു സാധനത്തിനെയാണ് അദ്ദേഹം ന്യൂട്രോൺ എന്ന് വിളിച്ചത്, വിച്ച് ഈസ് വാല്യൂ 1. സോ ന്യൂട്രോൺ ഓഫ്സ് ഇറ്റ് ടു ദി മാസ് ഓഫ് ദിസ് ഒബ്ജക്റ്റ്. അപ്പം ഈ ഒരു കാര്യമാണ്, ന്യൂട്രോൺ ആണ് അദ്ദേഹത്തിന് ഈ ഒരു മാസ് കൊടുത്തത്. സോ ജെയിംസ് ചാഡ്വിക് ഈസ് ഏബിൾ ടു ഡിറ്റർമൈൻ ദി, ഇത് N എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അല്ല, പ്രത്യേകം ചിന്തിക്കുക, ഞാൻ N എന്ന് എഴുതിയിരിക്കുകയാണ്, സ്മാൾ ലെറ്റർ N ആണ്. ഇത് ന്യൂട്രോണിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് സ്മോൾ n എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതൊരു പുതിയ എലമെൻ്റ് ആണെന്ന് വെച്ച് കൺഫ്യൂസ് ചെയ്യരുത്. പുതിയ എലമെൻ്റ് എന്തുകൊണ്ട് കാർബൺ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് വിൽ ബി ദി റേഡിയോ ആക്റ്റീവ്. ആക്ച്വലി ഒരു റേഡിയോ ആക്റ്റീവ് കോമ്പിനേഷൻ ആണ്. ഇറ്റ് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ഇതൊരു എന്താണ്,
വളരെയധികം ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ ഈ ഒരു സാധനം നമുക്ക് എർത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ സോൾവ് ഓൾ ഓഫ് ദർ എനർജി നീഡ്സ്. നമുക്ക് മറ്റൊരു തരത്തിലുള്ള എനർജികളും നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ബട്ട് ദിസ് തിങ് റിക്വയർസ് ഹെവി ടെമ്പറേച്ചേഴ്സ് മോർ ദാൻ ദ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ആൻഡ് സൺ. അപ്പോൾ ഇതെന്തുകൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ എന്താണ് ചെറിയ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. ബട്ട് എന്താണ് വലിയ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ റിഡ്യൂസ് ലോട്ട് ഓഫ് എനർജി, ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് എനർജി. ആക്ച്വലി അദ്ദേഹം ഈ റിയാക്ഷൻ ചെയ്തത് തന്നെ ബൊമ്പാർഡിലാണ്, കൂട്ടിയിടിപ്പിച്ചാണ് അദ്ദേഹം ഇത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ആൻഡ് സംബോട്ട് ദിസ് ഈസ് ആൾസോ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടി കാണും. ബട്ട് ആ ഒരു ഇൻഫറൻസ് ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഹി ഈസ് ഓൺലി ഏബിൾ ടു സിന്തസൈസ് ന്യൂട്രോൺ. ഈ ന്യൂട്രോൺ സിന്തസൈസ് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സിന്തസൈസ് അല്ല, ന്യൂട്രോണിനെ ഫ്രീ ആക്കി എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. സോ ദിസ് തിങ് ആൾസോ, ഈ ഒരു ന്യൂട്രോണെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റിസൾട്ട് തന്നെയാണ്. വി വിൽ ഗെറ്റ് ന്യൂട്രോൺസ്. ഈ ന്യൂട്രോൺസ് യൂസ് ചെയ്തിട്ട് ഈ ഫർദർ ന്യൂട്രോൺസിനെ ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചിട്ടാണ് എന്താണ് റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇറ്റ് റിക്വയർസ് ഓൺലി ന്യൂട്രോൺസ്. പക്ഷേ എക്സസീവ് ആയിട്ട് ന്യൂട്രോൺസ് വരുമ്പോഴാണ് നമ്മളതിനെ മറ്റുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് എന്താണ് ഒരു റേഡിയോ ആക്റ്റീവ് പ്ലാന്റിൽ എക്സസീവ് ആയിട്ട് വരുന്ന ന്യൂട്രോൺസിനെ നമ്മൾ മറ്റുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മോഡറേറ്റർ പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, മെറ്റീരിയൽ അല്ല, മോഡറേറ്റർ ഇസ് ആക്ച്വലി വാട്ടറാണ്. ഓക്കെ, അതുപോലുള്ള സംടൈംസ് വി വിൽ യൂസ് ഗ്രാഫൈറ്റ്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ന്യൂട്രോൺസിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാറുമുണ്ട്. സോ ന്യൂട്രോൺസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകൾ നമ്മൾ റേഡിയോ ആക്റ്റീവ് പ്ലാന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂട്രോൺ സിന്തസൈസ് തന്നെയാണ്. ബിക്കോസ് ന്യൂട്രോൺസ് ഇറ്റ് സെൽഫ് സപ്പോർട്ട്സ് റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സപ്പോർട്ട് ചെയ്യുന്നതല്ല, ബട്ട് ബിക്കോസ് അത് പറയുന്നത് വെച്ചാൽ റേഡിയോ ആക്ടിവിറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ചെയിൻ റിയാക്ഷനായിട്ട് പ്രോസസ്സ് പോകണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആഡിക്വേറ്റ് ന്യൂട്രോൺസ്. പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ നമ്പർ ഒരു കാരണവശാലും കൂടാനോ കുറയാനോ പാടില്ല. ഒരുപാട് കൂടിയാലും കുറഞ്ഞാലും വളരെയധികം അപകടം ഉണ്ടാക്കും ഈ ഒരു ന്യൂട്രോണിൻ്റെ കേസിൽ. സോ ന്യൂട്രോണിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചാർജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂട്രോണിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നത്. ന്യൂട്രോൺസ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ മൂവിങ് ഓൺ. ന്യൂട്രോൺസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യം, ദിസ് പാർട്ടിക്കിൾസ് വാസ് നോട്ട് ഫൗണ്ട് ഔട്ട് ആൻഡ് ഡിഫ്ലക്റ്റഡ് ടു ബി എനി മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു ടെസ്റ്റ് പറഞ്ഞപ്പോൾ കാനാൽ റേസും കാഥോഡ് റേസും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫ്ലക്ഷൻ, അതായത് നമ്മളൊരു ചാർജ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ചാർജോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ അതിനെ കൊണ്ടുവരുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ സിൻസ് ന്യൂട്രോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ, ഇറ്റ് വിൽ നോട്ട് ബി ഡിഫ്ലക്റ്റഡ് ഇൻ എനി ഡയറക്ഷൻസ്. ഒരു ഡയറക്ഷൻസിലേക്ക് അത് ഡിഫ്ലക്റ്റ് ചെയ്തില്ല. എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു റേ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. ന്യൂട്രോൺസിനെ നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.676 × 10⁻⁻24 ഗ്രാംസ് ആണ്. 1.678 × 10⁻⁻24 ഗ്രാംസ് ആണ് എന്തിൻ്റെ മാസം എന്ന് പറയുന്നത്, ന്യൂട്രോൺസിൻ്റെ മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ കാര്യം പറഞ്ഞു. ന്യൂട്രോൺസിനെ പറ്റി ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രോൺസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയും മോഡേൺ അറ്റോമിക് തിയറിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഡാൾട്ടൺ പറഞ്ഞത് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് എന്നാണ്. ബട്ട് ആക്ച്വലി മോഡേൺ അറ്റോമിക് തിയറി പ്രകാരം ആറ്റംസ് ആർ ഡിവിസിബിൾ ഇൻറ്റു സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടോൺ, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, ആറ്റം ഡിവിസിബിൾ ആണ്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആറ്റംസ് ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഉറപ്പാണ്, ആറ്റംസ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ ഓർ ഫ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അന്ന് ഡാൾട്ടൺ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ന്യൂക്ലിയർ ഫിഷനെ പറ്റിയോ യാതൊരു അത് കണ്ടുപിടിക്കുമെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് ആറ്റംസ് ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ. ബട്ട് അവിടെ പോലും എന്താണ്, ഒരു കൺസർവേഷൻ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കണക്ക് എന്താണ്, ഒന്നും ഇല്ലാതാവുകയില്ല. ബട്ട് എന്തൊക്കെയോ എല്ലാം അതിനകത്ത് ബാക്കി കാണും. ഒരു തരത്തിൽ ഒന്നുകിൽ അത് എനർജി ആയിട്ട് പുറത്തു പോകും, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് പുതിയ എലമെന്റ് പോകും. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ ഈക്വൽ അറ്റ് ബോത്ത് ഡയറക്ഷൻസ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും വി ക്യാൻ ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് ആറ്റംസ് ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ. തേർഡ് പോയിന്റ് പറയുന്നത്, ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ ദ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ്സ് ആർ അലൈക്ക് ഇൻ ഓൾ റെസ്പെക്ട്സ് ബട്ട് ദേ ഡിഫർ ഫ്രം atoms or other elements. Atoms of an element may not be alike in all respects as is seen in the case of isotopes. എവിടെയും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഐസോട്ടോപ്പിനെ പറ്റി പറയുന്നില്ല. ബട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഐസോട്ടോപ്പുകൾ ഉണ്ടാവാം. ഓക്കെ, അത് നിങ്ങളധികം കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ടേം. ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ താഴത്തെ നമ്പർ സെയിം ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ എഴുതിയ കാർബൺ എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ബട്ട് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫേഴ്സ്.
ഒരു ആറ്റത്തിനകത്തുള്ള ന്യൂട്രോൺസിൻ്റെ നമ്പർ മാറുമ്പോഴാണ് ഐസോടോപ്പുകൾ ഉണ്ടാകുന്നത്. യൂഷ്വലി നമ്മൾ എടുക്കുന്ന ഒരു ആറ്റത്തിൻ്റെ മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ ഓൾവേസ് കൺസിഡർ ദി ഐസോടോപ്പ് കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മാസ് കണ്ടുപിടിക്കത്തുള്ളൂ. ഐസോടോപ്പ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ആ ഐസോടോപ്പിൻ്റെ എർത്തിലെ എക്സിസ്റ്റൻസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ റീസൺ ഈസ് വി ഹാവ് ടു ഹാവ് എ ഗുഡ് വാല്യൂ. നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ ആവശ്യമാണ്. ബട്ട് കാർബണിൻ്റെ കേസിൽ ഞാൻ ഉദാഹരണം കാർബൺ ആണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ കാണിക്കുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റുകളാണ്. കാരണം റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഈസ് ലൈക്ക് എന്താണ്, നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണക്കാണ്. ചില സമയത്ത് ഒരു 200 ന്യൂട്രോൺ ഉള്ള ആറ്റം ആയിരിക്കും, ചില സമയത്ത് അത് 180 കാണത്തുള്ളൂ. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത ഇതാണ്. അപ്പോൾ ഒരുപാട് ഐസോടോപ്പുകൾ എക്സിസ്റ്റ് ചെയ്യും. ലൈക്ക് യുറേനിയം 235 ഈസ് ദെയർ, യുറേനിയം 236 ഈസ് ദെയർ, യുറേനിയം 243 ഈസ് ദെയർ. കാർബണിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താണ്, വി ഹാവ് കാർബൺ 12 ആൻഡ് കാർബൺ 14 ഈസ് ദെയർ. ബട്ട് യൂഷ്വലി എന്താണ്, കാർബൺ 12ൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് കാർബൺ 14നെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ദർ ഇസ് ഓൺലി മിനിമൽ കേസസ് ഇൻ ദ കേസ് ഓഫ് കാർബൺ 14 ഐസോടോപ്പ്. പലപ്പോഴും അത് കെമിക്കൽ റിയാക്ഷൻസിൽ ഈവൻ ഇഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ പോലും വി വിൽ കൺസിഡർ ഓൺലി കാർബൺ 14 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാർബൺ 16 നമ്മൾ എടുത്ത് പറയാറില്ല. എങ്കിൽ പോലും കാർബൺ 16 ഈസ് ആൾസോ കാർബൺ 12 ആണ് എടുത്ത് പറയുന്നത്. കാർബൺ 14 ഈസ് ആൾസോ എക്സിസ്റ്റിംഗ്. ഓക്കെ, തിരിഞ്ഞു പോരുത്. കാർബൺ 12 എക്സിസ്റ്റിംഗ് ആണ്, കാർബൺ 14 എക്സിസ്റ്റിംഗ് ആണ്. കാർബൺ 14 ഈസ് എൻ ഐസോടോപ്പ്, കാർബൺ 12 ഈസ് ആൾസോ ആൻ ഐസോടോപ്പ്. യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാർബൺ ഈസ് കാർബൺ 612 ആണ്. 614 നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് എലമെന്റ് കമ്പൈൻ ഇൻ സ്മാൾ ഓൾ നമ്പേഴ്സ് ടു ഫോം മോളിക്യൂൾസ്. ഓക്കെ, അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. മോളിക്യൂൾസ് സിമ്പിൾ കോമ്പൗണ്ടിലാണ്. കാർബൺ എന്ന് പറയുന്ന ഒരു കെമിസ്ട്രിയാണ്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ശാഖയുണ്ട്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1000s or 10,000 or 20,000 ചെയിൻസ് അപ് ടു ഡിഫർ. മോളിക്യൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ പാടാണ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് PVC നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ PVC, ഈവൻ ഗ്ലൂക്കോസ് പോലും ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്രൊപ്പോർഷൻ. ഗ്ലൂക്കോസിൽ പോലും C6H12O6 ആണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ബിഗർ ആസ് കമ്പയർ ടു സിമ്പിൾ കോമ്പൗണ്ട്. സിമ്പിൾ കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ C1222 പോകുന്ന കോമ്പൗണ്ടുകൾ. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പല മരുന്നുകളും എന്താണ്, പല ഹയർ കാർബൺ കോമ്പൗണ്ടുകളുടെ ചെയിനാണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ മാത്രമേ അത് കമ്പൈൻ ചെയ്യത്തുള്ളൂ, നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ ഡീമെറിറ്റ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്താണ്, അദ്ദേഹം പറഞ്ഞതിലുള്ള ചില തിരുത്തലുകൾ എന്നാണ് കറക്റ്റ് പറയുന്നത്. മോഡേൺ അറ്റോമിക് തിയറി എത്രമാത്രം കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി അതുപോലെ തന്നെ ആറ്റവും അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആറ്റവും അറ്റോമിക് നമ്പറും ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. സോ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. There are three subatomic particles which is protons, neutrons and electrons. Protons, neutrons, electrons ആണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 3 subatomic particles ആണ്. Electron has negative charge, protons has positive charge. അതുപോലെ തന്നെ മാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ 1/1837 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. സോ ഞാനൊരു ടേബിൾ ആയിട്ട് പറയുകയാണ്. So we will have a electron, proton and a neutron. We have a E, P and N. So electron, proton, neutron 3 ഞാൻ എടുത്തു. So ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, we will represent it as C minus, we will represent as P plus എന്ന് വേണമെങ്കിൽ എഴുതാം, ന്യൂട്രോണിനെ N എന്ന് തന്നെ എഴുതുകയാണ്. So we will have a charges, ഇലക്ട്രോണിൻ്റെ ചാർജ് -1, പ്രോട്ടോണിൻ്റെ ചാർജ് +1, ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണ്. ഓക്കെ, ചാർജ് നമ്മൾ എഴുതി. ഇനി മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1837 ടൈംസ് അറ്റ്മോസ്ഫിയറിക് AMU ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ കേസിൽ 1 AMU ആണ്. പ്രോട്ടോൺ ഈസ് 1 AMU, ന്യൂട്രോൺ ഈസ് ആൾസോ 1 AMU. ഇനി മാസ് നോക്കാം, രണ്ടെണ്ണത്തിൻ്റെ മാസ് എത്ര നോക്കാം, മൂന്നെണ്ണത്തിൻ്റെ മാസ് നോക്കാം. സോ വി ഹാവ് ഇലക്ട്രോൺ മാസ് ഈസ് ഈക്വൽ ടു 9.1 × 10⁻⁻28 കിലോഗ്രാം. 28 ഗ്രാം ആണ്. We can also write this in the terms of കിലോഗ്രാമിൻ്റെ ബേസിൽ എഴുതാം. ദാറ്റ് ഗോസ് അപ് ടു 10⁻31 എന്ന് എഴുതാം, നമുക്ക് കിലോഗ്രാം എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇതിൻ്റെ മാസം എന്ന് പറയുന്നത് 1.6 × 10⁻24 ഗ്രാം ആണ്. അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെ മാസം 1.6 × 10⁻24 ഗ്രാംസ് തന്നെയാണ്. സോ ഈ ഒരു കാര്യം മനസ്സിലോർത്ത് വെച്ചിരിക്കുക. ഈ കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ ഒരു എലമെൻറ്റ് വരുമ്പോഴോ ചിലപ്പോൾ ഒരു കോമ്പൗണ്ട് വരുമ്പോഴോ നമുക്ക് ഇത് മാത്രം ആവശ്യമായിട്ട് വരും. സോ ആ സമയത്ത് ഇത് കൃത്യമായിട്ട് എഴുതുക, മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ
ഇനി അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ആറ്റോമിക് മോഡൽ നമ്മൾ പറഞ്ഞെങ്കിലും ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരച്ച് കാണിച്ചില്ല. സോ കൺസിഡർ വി ഹാവ് എ കാർബൺ ആറ്റം. ഓക്കെ, നമ്മൾ കാർബൺ ആറ്റം എടുക്കുകയാണ്. സോ കാർബൺ എന്ന് പറയുന്നത് എന്താണ് C6H12 അല്ല C612 ആണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. സോ വി വിൽ ഹാവ് 6 ആറ്റംസ്. സോ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഷെൽ കോൺഫിഗറേഷനെ പറ്റി നമുക്കിനി അറിയേണ്ടതിരിക്കുന്നു. സോ ആ ഷെല്ലിനെ പറ്റി കോൺഫിഗറേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ദാറ്റ് കേസ് അത് നമുക്കിനി കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴേ അത് അറിയത്തുള്ളൂ. സോ അത് നമുക്ക് പറയാം. സോ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനിൽ ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കുകയാണ്. സോ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് നമുക്ക് വരയ്ക്കും. കാരണം വരയ്ക്കുമ്പോൾ ഇതിങ്ങനെയാണ്. സോ വി ഹാവ് 2 ഷെൽസ്. ഓക്കെ, കാർബണിൻ്റെ കേസിൽ 2 ഷെൽസേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് 2 ഷെല്ല് വന്നതെന്ന് പറയുന്നതേ ഉള്ളൂ. എങ്കിലും ഓർബിറ്റും ഷെല്ലും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണ്. കാർബണിൻ്റെ കേസിൽ സോ ഞാൻ കാർബണിനെ വരച്ച് കാണിക്കുകയാണ്. സെൻട്രലിൽ C എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കാർബൺ. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഓക്കെ, കാർബണിൻ്റെ സ്ട്രക്ചർ ഇതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ജസ്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഇൻസൈഡ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയസ് എന്നാണ്. ഇതിനെ നമുക്ക് എന്താണ് ഓർബിറ്റുകളെന്ന് വിളിക്കും. ഈ ഓരോ ഓർബിറ്റുകളിലാണ് എന്തെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സാധനങ്ങൾ റൊട്ടേറ്റ് ഈ ഇരിക്കുന്ന ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺഫൈൻഡ് ഓർബിറ്റുകളിലാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഇരിക്കുന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ദ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ കാൾഡ് ന്യൂക്ലിയോൺസ്. അതിനെ നമുക്ക് ന്യൂക്ലിയോൺസ് എന്ന് പറയും ബിക്കോസ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻസൈഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയോൺസ് ആർ ഫൗണ്ട് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം. Where orbits are the imaginary paths where electrons revolve around the nucleus of an atom. Actually there is no line, ഒരു പ്രത്യേക ലൈൻ ഇന്ന ലൈനിൽ മാത്രം പോകണമെന്നല്ല. ബട്ട് there is an imaginary line which electrons tends to rotate. ഇലക്ട്രോൺസ് കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. സോ അതാണ് എന്തെന്ന് പറയുന്നത് പാത്തുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആ ഒരു ടേം വെച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രോൺസും ന്യൂട്രോൺസും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാം. വി ഹാവ് എ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറാണ് നമ്മുടെ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് നമ്മൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻസ് എല്ലാം നടത്തുന്നത്. An atom of an element has its own characteristic number of protons in the nucleus. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് ഒരു ആറ്റത്തിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ പറയണം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റത്തില്ല ബിക്കോസ് നമ്മൾ അയോൺസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ അയോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് 11 പ്രോട്ടോൺസ് ആൻഡ് 10 ന്യൂട്രോൺ ആണ്. 10 ഇലക്ട്രോൺ ആണ്. എങ്കിലും അവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 11 ആണ്. ബിക്കോസ് സോഡിയം ഹാസ് 11 പ്രോട്ടോൺസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ബിക്കോസ് ഈവൻ ഇഫ് ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും സെയിം ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് എൻ അയോൺ. ഓക്കെ, ഒരു അയോൺ ആയിട്ട് മാറും. നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും സെയിം അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ അയൺ either പോസിറ്റീവ് ഓർ നെഗറ്റീവ് അയോൺ which means സോഡിയം പോസിറ്റീവ് അയോണിന് എത്ര ആയിരിക്കും 10 ഇലക്ട്രോണിനെ കാണത്തുള്ളൂ എന്നുണ്ടെങ്കിലും അതിന് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് 11 തന്നെയാണ്. സോ ദ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഇസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോ അറ്റോമിക് നമ്പർ ഇസ് ഡിസ്ക്രൈബ്ഡ് ഡിനോട്ടഡ് ബൈ ഇസഡ്. ക്യാപിറ്റൽ ഇസഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ ഈസ് ദെയർഫോർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം ഓഫ് എൻ എലമെന്റ്. അത് ഞാൻ പറഞ്ഞതാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആണ് ഇൻ കേസ് ഇറ്റ് ഈസ് എ ന്യൂട്രൽ ആറ്റം. ന്യൂട്രൽ ആറ്റം അല്ല അയോൺ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ടു ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഒരു കാരണവശാലും നമ്മുടെ സോഡിയത്തിൻ്റെ ഒരു കൺസിഡറിങ് എ സോഡിയം അയോൺ ഹാസ് 11 ഇലക്ട്രോൺ സോഡിയം അയോൺ ഹാസ് 9 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കൺസിഡർ സോഡിയത്തിൻ്റെ കാര്യം വിടുക. സം ആറ്റംസ് ഹാവ് സം എന്താണ് പോസിറ്റീവ് അയോൺ ഹാവ് 11 ഇലക്ട്രോൺ എന്ന് പറയുകയാണ്. ഒരു കാരണവശാലും നമുക്ക് സോഡിയം ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ് ഇറ്റ് ഈസ് അയോൺ ആണതുകൊണ്ട് അതിന് 11 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ അയോൺ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി നമ്പർ ഓഫ് ദി അറ്റോമിക് നമ്പർ. എന്തുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ പോകത്തില്ല, അത് കറക്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഗിവ്സ് എ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് പ്രസന്റ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. അതായത് ന്യൂക്ലിയസിനകത്ത് എത്ര പോസിറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എണ്ണി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ,
അപ്പം 3 കാര്യങ്ങളാണ് നമുക്ക് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആറ്റത്തിനകത്തുള്ള ഒരു ന്യൂട്രൽ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പർ എണ്ണുക, അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ ചാർജ് നമ്പർ എണ്ണുക. അതുപോലെ തന്നെ എന്താണ് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ദ പോസിറ്റീവ് ചാർജ് ഇൻ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം, അതായത് ഒരു ന്യൂക്ലിയസിനകത്തുള്ള പോസിറ്റീവ് ചാർജസിൻ്റെ നമ്പർ എണ്ണുക. ഈ ഒരു 3 മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അറ്റോമിക് നമ്പർ പറഞ്ഞു, ആറ്റമിൻ്റെ സ്ട്രക്ചറും ബേസും കാര്യങ്ങളും പറഞ്ഞു. സോ അറ്റോമിക് നമ്പർ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ. അപ്പോൾ തിരിഞ്ഞു പോരുത്, അറ്റോമിക് നമ്പർ എ ഉപയോഗിച്ചല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പറിനെ ഇസഡ് ഉപയോഗിച്ചും മാസ് നമ്പറിനെ നമ്മൾ എ ഉപയോഗിച്ചുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ടോട്ടൽ പ്രോട്ടോൺസിൻ്റെയും അതുപോലെ തന്നെ ന്യൂട്രോൺസിൻ്റെയും സമ്മിന് ഈക്വൽ ആണ്. അതായത് രണ്ടിൻ്റെയും കൂടെ സം എടുക്കുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്, ഡിനോട്ടഡ് ബൈ എ. മാസ് നമ്പർ ഹൗവർ ഈസ് എ ഹോൾ നമ്പർ ആൻഡ് അപ്രോക്സിമേഷൻ ഓഫ് ദി അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ദി അറ്റോമിക് മാസ് യൂണിറ്റ്. എപ്പോഴും മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോൾ നമ്പർ ആയിട്ടാണ് എഴുതുന്നത്. പക്ഷേ മാസ് നമ്പർ പലപ്പോഴും എന്താണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോൾ നമ്പർ ആയിട്ട് എഴുതുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിന്, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ AMU കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ ഹോൾ നമ്പർ ആക്കി മാറ്റുകയാണ്. സപ്പോസ് ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ, നമ്മൾ ക്ലോറിൻ്റെ ഒരു ആറ്റം എടുക്കുകയാണ്, നമുക്ക് കിട്ടുന്ന മാസ് നമ്പർ എന്ന് പറയുന്നത് 35.5 നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി നമ്മൾ 35 എഴുതുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് ചെറിയ വാല്യൂ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ചാർജ് നമ്മൾ മാസ് പറയുമ്പോൾ ആക്ച്വലി ദർ ഇസ് 1.00 സംതിങ് വ്യത്യാസമുണ്ട് ന്യൂട്രോണിൻ്റെ കേസിൽ. ഹൈഡ്രജൻ്റെ കേസിൽ ശരിയാണ്, പക്ഷേ ബാക്കിയുള്ളതിൻ്റെ കേസിലെല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതും വളരെ മൈന്യൂട്ട് വ്യത്യാസങ്ങളാണ്. സോ അതിനെല്ലാം കൂടി നമ്മളൊരു വാല്യൂവിൽ ചിലപ്പോൾ അസ്യൂം ചെയ്തുകൊണ്ടൊരു ചെറിയ വാല്യൂ ആക്കി എടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. ബട്ട് ചിന്തിക്കുക, മാസ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അതാണ് ഹോൾ നമ്പർ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്തില്ലെങ്കിൽ തെറ്റാണ്. ചെറിയ വാല്യൂ വന്നെങ്കിൽ പോലും വി ഷുഡ് അപ്രോക്സിമേറ്റ് ടു ദ നിയറസ്റ്റ് പോസിബിൾ ഹോൾ നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഷെല്ലിൽ ഇലക്ട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.